ഹായ് ഫ്രണ്ട്സ്, ഇത് വേദക്കുട്ടിയാണ്. വേദക്കുട്ടിയുടെ സ്കൂളിൽ അമൃത ഫെസ്റ്റാണ്, സ്കൂൾ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഭരതനാട്യത്തിനും ഫോക്കിനും ഉണ്ട് വേദക്കുട്ടി റെഡിയാവുന്ന വീഡിയോ ആണ് നമ്മളിന്ന് കാണുന്നത്. രാവിലെ 7 മണിയായപ്പോൾ തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു, കാരണം 10 മണിക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ മേക്കപ്പ് മാഷ്, ഷിനോയ് എന്നാണ് പേര്. എറണാകുളത്താണ് മാഷിൻ്റെ വീട്. നമ്മുടെ എല്ലാ കുട്ടികളുടെയും മേക്കപ്പ് ചെയ്യുന്നത് മാഷാണ്. കണ്ണൊക്കെ എഴുതിയപ്പോഴേക്കും ആളാകെ മാറി, സുന്ദരിക്കുട്ടിയായി. അല്ലെങ്കിൽ സുന്ദരിയാണ്, എന്നാൽ കൂടുതൽ സുന്ദരിയാവുമല്ലോ. ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി മുടി കെട്ടാൻ പോവാണ്. നല്ല ചേലുണ്ട്. നെറ്റിച്ചുട്ടി വെക്കുകയാണ്. അതിന് മുമ്പ് ഉച്ചിപ്പൂ വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു റൗണ്ട് സാധനം കണ്ടില്ലേ, അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ മുല്ലപ്പൂ വെക്കുന്നത്. മുന്നേയൊക്കെ വടക്ക് ചുറ്റുമായിരുന്നു വെക്കുന്നത്, ഇപ്പം ഉച്ചിപ്പൂവിൻ്റെ ചുറ്റുമാണ് മുല്ലപ്പൂ വെക്കുന്നത്. ഒരു പാട്ട് പാടുമോ? പക്ഷെ മാഷ് ഇടയ്ക്കൊക്കെ പാട്ട് പാടും കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പാട്ടൊക്കെ പാടിയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. മുടിയുടെ അറ്റത്ത് കെട്ടുന്നതാണ് കുഞ്ചല. കമ്മലിടുവാണ്. കമ്മലിൻ്റെ മുകളിലേക്ക് മാട്ടിയുണ്ട്. അങ്ങനെ മേക്കപ്പും ഹെയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടുവാണ്. ഇതാണ് വേദക്കുട്ടിയുടെ ഡ്രസ്സ്. നല്ല കളർ കോമ്പിനേഷനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നു ഈ കളറ്. ഉച്ചിപ്പൂവിന് ചുറ്റും പൂ വെച്ചു, ബാക്കിലും പൂ വെച്ചു. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പൂവാണ് വെക്കുന്നത്, മുല്ലപ്പൂവ്. അതാണ് ശരിക്കും ഒരു ലുക്കും കാണാൻ, പ്ലാസ്റ്റിക് പൂവിനേക്കാൾ. പിന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് പൂ ഉപയോഗിക്കും. ബാക്കി ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. കഴുത്തിലെ ആ ചോക്കർ കാണാൻ നല്ല ഭംഗിയില്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. സങ്കടം കൊണ്ട് എനിക്ക് ഇരിക്കപ്പുറത്തില്ലേ, സന്തോഷം കൊണ്ട. ഞാനും മാഷും ഡ്രസ്സിനെ കുറിച്ച് തന്നെയാണ് അവിടെ നിന്ന് സംസാരിച്ചത്. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് എനിക്ക്. ഒഡിയാണമൊക്കെ ഇട്ട്, കുഞ്ഞ് സിമ്പിളായിട്ടുള്ള ഒഡിയാണമാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഫിനിഷായി. ഇനി കയ്യിൽ അൾത്തയും കൂടെ ഇട്ട് കാലിലും ഇട്ട് കഴിഞ്ഞാൽ പോവാം. അപ്പോഴത്തേനും 9:30 ആയി. 9:30ക്ക് നമ്മൾ ഇവിടുന്ന് തിരിച്ചാലേ 10 മണിയാകുമ്പോൾ അവിടെ എത്തത്തുള്ളൂ. അതുകൊണ്ട് വേഗം എല്ലാം ചെയ്യണം. പക്ഷെ അങ്ങനെ ഫുള്ള് റെഡിയായി. മുഴുവനായിട്ട് ഫുള്ളൊരു ഔട്ട്ലുക്ക് നമുക്കിപ്പോൾ കാണാം. ഡ്രസ്സും ഓർണമെൻറ്റ്സും എല്ലാം സെറ്റായി. പിന്നെ അവിടെ വെച്ച് പെട്ടെന്ന് ഒരു റീലൊക്കെ എടുത്തു. പെട്ടെന്ന് പറഞ്ഞു കൊടുത്ത് അപ്പം തന്നെ ചെയ്ത് എടുത്ത്. സമയമില്ലല്ലോ, മുന്നേ പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ എത്തി. സാറ പറയാന്ന് പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. സ്കൂളിലെത്തി. ആദ്യം ഭരതനാട്യമായിരുന്നു.
കർണൻ്റെ വർണ്ണമാണ് വേദ കളിച്ചത്. നിറയെ കുട്ടികളുണ്ടായിരുന്നു വേദയുടെ കൂടെ ഇവിടെ ഭരതനാട്യവും നാടോടിനൃത്തത്തിനും മത്സരിക്കാൻ. വേദ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് പെർഫോം ചെയ്തു. രണ്ടിനും ഫസ്റ്റ് കിട്ടി, ഭരതനാട്യത്തിനും നാടോടിനൃത്തത്തിനും കിട്ടി. ഭയങ്കര പ്രൗഡായിരുന്നു എനിക്കന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും വേദയ്ക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നു ഭരതനാട്യത്തിന്. ഈ പ്രാവശ്യം പോക്കൂടെ ചെയ്തു. മാമ്പഴ ഫോക്കാണ് വേദ കളിച്ചത്. ഇതിനിടയ്ക്ക് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പച്ചോലക്കിളിയേ